നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം കനക്കുകയാണ്. CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ അവസാനമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കെ കുഞ്ഞാലിയാണ് 1967. ആ ഘട്ടത്തിൽ കുഞ്ഞാലിയോടൊപ്പം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രവർത്തിച്ച കാളികാവിലെ കുഞ്ഞേമു എന്ന മുൻ പാർട്ടി പ്രവർത്തകൻ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കെ കുഞ്ഞാലി ഓർക്കുന്നത്? കെ കുഞ്ഞാലി 2 തവണ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 2 തവണ കേരള നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് കെ കുഞ്ഞാലിയെ ഓർക്കുന്നത്? കെ കുഞ്ഞാലിനെ ഓർക്കുന്ന സഖാവ് കുഞ്ഞാലി ഏറനാട്ടിൽ വന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാളികാവിലാണ് വന്ന് വീട് വെച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ കാളികാവിൽ വീട് വെച്ച് താമസിച്ചാൽ ഞങ്ങൾ എല്ലാ രാത്രിയും സഖാവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കും. പാർട്ടി ഓഫീസിലുണ്ടെങ്കിൽ സഖാവ് പാർട്ടി ഓഫീസിലുണ്ടെങ്കിൽ പാർട്ടി ഓഫീസിലും പോയി സംസാരിക്കും. അങ്ങനെ സഖാവിനായിട്ട് വളരെ അടുപ്പായി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടേ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ 1965-ലും 67-ലും കെ കുഞ്ഞാലി നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നത്? അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അടുത്തുനിന്ന് അവരുടെ പ്രതികരണം എന്തായിരുന്നു? ജനങ്ങൾ സഖാവ് കുഞ്ഞാലി മത്സരിച്ചപ്പോൾ സഖാവ് കുഞ്ഞാലിക്ക് വേണ്ടിയിട്ടല്ല എല്ലാവരും പ്രവർത്തിച്ചത്. അന്ന് സഖാവ് കുഞ്ഞാലിക്ക് കിട്ടിയ വോട്ട് ഫസ്റ്റ് കിട്ടിയത് 65-ൽ മത്സരിക്കുമ്പോൾ 17,000 വോട്ടാണ് അന്ന് സഖാവ് കുഞ്ഞാലിക്ക് കിട്ടിയിരുന്നത്. ആര്യാടിന് കിട്ടിയിരുന്നത് 10,000 വോട്ടാണ്. ലീഗിന് കിട്ടിയിരുന്നത് 8,000 വോട്ടുമാണ്. 7,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ സഖാവ് കുഞ്ഞാലി ജയിക്കുന്നത്. അത് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയ ജയം തന്നെയായിരുന്നു. ആ ജയം നല്ല ജയമായിരുന്നു. പിന്നെ രണ്ടാമത് സഖാവ് വീണ്ടും നമ്മളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ അന്ന് ചൈനാചാരം നടന്നുകൊണ്ട് സഖാവിന് ജയിലിട്ടടച്ചു. ആ കാലത്ത് സഖാവ് കുഞ്ഞാലി ഭയങ്കര ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചു. അന്ന് ഈ കാളിയാവ് പഞ്ചായത്ത് നിലമ്പൂരിൽപ്പെട്ടതായിരുന്നു. കാളിയാവ് ജോക്കാടൊക്കെ നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ടൊരു കാലത്തായിരുന്നു. കരുവാര കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രവർത്തനം ചെയ്ത് അവിടുന്ന് സഖാവ് രണ്ടാമതും ജയിലിൽ കടക്കുന്ന സമയത്താണ് സഖാവ് വീണ്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് സഖാവ് ജയിച്ചൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ഓക്കെ, സഖാവ് കുഞ്ഞാലി എപ്പോൾ മത്സരിച്ചാലും പഞ്ചായത്തിൽ മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. കാളിയാവ് പഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായി മാറിയാണ്. ആദ്യത്തെ പ്രസിഡന്റ് സഖാവ് കുഞ്ഞാലിയാണ്, കാളിയാവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അതൊക്കെ സഖാവിൻ്റെ കാലത്ത് ഞങ്ങൾ നല്ലോണം ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സഖാവിനെ ഭയങ്കര ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ജയിപ്പിച്ചൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ ഈ 65-ൽ 1967-ലേക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടി ചിഹ്നത്തോട് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിനൊക്കെ ഒരു അനിഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ കുഞ്ഞാലി എങ്ങനെയാണ് ഈ നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ വിജയിച്ച് കയറിയത്? അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ, അതായത് ആ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സഖാവ് കുഞ്ഞാലി എല്ലാ മതസ്ഥരേറ്റും ഭയങ്കര സന്തുഷ്ട ഒരാളായിരുന്നു. എല്ലാ മതത്തിലും എല്ലാവരുടെ കല്യാണത്തിലും പോവുക, എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ട് കൊടുക്കുക. അത് മുസ്ലിമായാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അവർക്ക് സഖാവിൻ്റെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന മാതിരി സഖാവ് അവർക്കും വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായി കണ്ട് അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കാണാം. അപ്പോൾ സഖാവ് ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടി പൊതുപ്രവർത്തനം നിൽക്കേണ്ടതെന്ന് എഴുതിയിട്ട് ഈ ജനങ്ങളൊക്കെ അപ്പോൾ സഖാവിനോട് നന്ദിയുള്ളൊരു ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളൊക്കെ വളരെ ഡീസൻ്റായിട്ട് സഖാവിൻ്റെ കൂടെ ഒപ്പം നടന്നങ്ങൾ പ്രവർത്തിച്ച ആളല്ലേ. അങ്ങനെയാണ് സഖാവ് ഇവിടെ മെച്ചം കിട്ടിയത്. സഖാവിന് പാർട്ടി പ്രവർത്തനത്തിൽ ഇത് കിട്ടിയത്. സഖാവിൻ്റെ കൂടെ ജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആ കാലത്ത് ആ 17,000 വോട്ട് കിട്ടിയതേ സഖാവ് 65-ൽ മത്സരിച്ചപ്പോൾ 10,000 വോട്ടല്ലേ ഇയാൾക്ക് കിട്ടിയിട്ടുള്ളൂ, ആര്യാണ്ട് കിട്ടിയിട്ടുള്ളൂ. ആ കണക്കൊക്കെ എപ്പോഴും എനിക്കറിയാം ആ സംഭവങ്ങളൊക്കെ. ഈ കുഞ്ഞാലിയുടെ മരണശേഷം എങ്ങനെയാണ് ഈ നിലമ്പൂരിൽ അല്ലെങ്കിൽ അദ്ദേഹം കാളികാവിലാണ് അദ്ദേഹം ജനിച്ചതും, അല്ലെങ്കിൽ ജനിച്ചതല്ല, അദ്ദേഹം പാർട്ടി പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാലം ചെലവഴിച്ചത് കാളികാവിലാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ കാളികാവിലെ പാർട്ടി എങ്ങനെയായിരുന്നു? പാർട്ടിയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? സഖാവ് മരിച്ചതിൻ്റെ ശേഷം ഒരു മന്ദഗതി വന്നു പാർട്ടിക്ക്. കാരണം ആ മരണത്തിൻ്റെ ഇത് വിട്ടിട്ടുണ്ടായില്ല സഖാവിൻ്റെ കൂടെ. അതിന് ഞങ്ങളൊക്കെ പിന്നെ മനസ്സറിഞ്ഞ കൂടെയുള്ള ആൾക്കാർ ഞാൻ എല്ലാവരും പിടിച്ചു കൂട്ടി ഞങ്ങൾ പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ട തീരുമാനത്തിലിട്ട് ഞങ്ങളന്ന് ഈ DYFIക്ക് അന്ന് പേര് യുവജന ഫെഡറേഷൻ എന്നായിരുന്നു. യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ച് അതിന് നമ്മൾ കുട്ടികളെ അണിചേർത്ത് അങ്ങനെ ഞങ്ങൾ ആ കുട്ടികളെ വളർത്തി കൊടുന്നു. അവർക്ക് യൂണിഫോം വളണ്ടിയേഴ്സിനെ ആക്കി മാറ്റി
ഈ ഗ്രൗണ്ടിൽ കൊണ്ടു കണ്ടാണ് ഞങ്ങൾ വളണ്ടിയേഴ്സ് പഠിച്ചിരുന്നത്. എന്നാലേ ഈ കുട്ടികൾക്കൊരു ആവേശം കിട്ടുള്ളൂ. അപ്പോൾ ചുവന്ന പാൻറ്റും ചുവന്ന കുപ്പായം ഇട്ട് കൊടുത്തുകൊണ്ട് കുട്ടികളെ ആവേശത്തോടു കൂടി നമ്മൾ കുട്ടികളെ കൊടുന്ന് വളർത്തി. അതിനൊക്കെ പിരിവ് കണ്ടമാനം നമ്മൾ എടുത്തിരിക്കണ് ആ കാലഘട്ടങ്ങളിലൊക്കെ. ഈ കുഞ്ഞാലി മരിക്കുന്നത്, അതായത് വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞതിന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞാലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ നാട്ടിൽ നിന്ന് ഈ കാളികളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അവസാനമായി കാണാൻ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹത്തെ കാണാമെന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? സഖാവ് കുഞ്ഞാലിക്ക് വെടിയുണ്ട ഏറ്റ ശേഷം തിരുവനന്തപുരത്ത് അന്ന് ഭരണം നമ്മളെ കയ്യിലാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടുന്ന് വന്നത് ഒന്ന് ഇമ്പിച്ചുവാവിയാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ KSP പറഞ്ഞൊരു പാർട്ടി ആയിരുന്നു, അത് മത്തായി മാഞ്ഞൂരനാണ്. പിന്നെ വെല്ലിങ്ങട്ടൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അയാൾ ആരോഗ്യമന്ത്രിയാണ്. ഈ 3 മന്ത്രിമാരും അവിടെ വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ പുറത്ത് ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടും നേഴ്സുമാരായിട്ടൊക്കെ സംസാരിച്ചൊക്കെ നിന്ന് സംസാരിച്ചു കൊണ്ടേ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ നേരത്ത്. അവർക്കൊന്നും നമുക്ക് സംസാരിക്കാനൊന്നും ഒരു വടവ് വന്നിട്ടില്ല. അതിൽ അന്ന് രാത്രി ഫുള്ളായിട്ട് സഖാവ് രാവിലെ മരണസമയത്ത് അന്ന് രാവിലെ വരെ സിസ്റ്റർമാർ പല്ല് വെച്ച് കൊടുത്ത സമയം വരെ സഖാവിന് നല്ല ഓർമ്മശക്തിയുണ്ട്, നല്ല ആരോഗ്യ നേരവും ആ നേരത്ത്. ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് സഖാവിൻ്റെ സ്വഭാവം മാറുന്നത്. സ്വഭാവം മാറിയതിൻ്റെ ശേഷം മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ് ആ നേരം. അപ്പോൾ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ, അപ്പോൾ ഞാനും മൂന്നാജി ഈ റൂമിൽ അപ്പോഴും ഉണ്ട്. ഞങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കി. ഡോക്ടറും സിസ്റ്റർമാരൊക്കെ വന്ന് ഞങ്ങളോട് പുറത്തേക്ക് പോകാൻ ഞങ്ങൾ പുറത്ത് പോയി നിന്നു. അപ്പോൾ ഡോക്ടർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അങ്ങനെ ചെക്കപ്പൊക്കെ നടത്തി 10:20 കൃത്യം 10:20 സഖാവ് അവസാന നേരത്തെ അന്ത്യശ്വാസം വലിച്ചതാണ്. അതാണ് ഉണ്ടായിരിക്കുന്നത്. അന്ത്യശ്വാസം വലിച്ചോടുകൂടി മരണപ്പെട്ടു എന്ന് പറഞ്ഞോടുകൂടി മത്തായി മാഞ്ഞൂരാനും വെല്ലുംകെട്ടിനും ഒക്കെ നിന്ന നിലമെന്നാണ് വീണിക്കുകയാണ്. ബിച്ചുവാവ് അങ്ങനെ തന്നെ ഇരുന്നിക്കുക, തളർന്നിരുന്നിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം ഈ കാളികാവ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കുടിയേറ്റ കർഷകർ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു മേഖലകളിലൊക്കെ തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള തോട്ടം തൊഴിലാളി മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഏതൊക്കെ തരത്തിലായിരുന്നു? അദ്ദേഹത്തിന് ആ മേഖലകളിലൊക്കെ തന്നെ സ്വാധീനം ഉണ്ടായിരുന്നു? അതിലേ മൂപ്പർക്ക് സ്വാധീനം ഉണ്ടായിട്ടുള്ളൂ. കാരണം അന്ന് പാട്ടം കൊടുക്കുന്ന ഒരു കാലമാണല്ലോ. കൃഷിഭൂമി കൃഷിക്കാരെന്ന് പറഞ്ഞത് സഖാവ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാളിയേക്കൽ ഒരു സംഭവം ഉണ്ടായി. പാട്ടം കൊടുത്തിട്ടുണ്ടായില്ല അവിടുത്തെ ആൾക്ക്, ജമ്മിക്ക് പാട്ടം കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആ പാട്ടം കൊടുക്കാത്ത ആ നെല്ല് വളഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ നെല്ല് കൊയ്യാൻ പോയത് ഈ ജമ്മിയാണ്. അപ്പോൾ സഖാവിനോട് അന്ന് വിവരങ്ങൾ പറഞ്ഞു. ചോയി പറഞ്ഞ ഒരാളാണ്, ഒരു പാവപ്പെട്ട ഒരാളാണ്, കൃഷിക്കാരനാണ്. ആ കൃഷിനെ ഉള്ളൂ അയാൾക്കില്ലത്. അത് ജമ്മി കൊണ്ടുപോയാൽ പിന്നെ അയാളെ കുടികിടപ്പ് വെക്കേണ്ടി വരും, കടം വീടണമെങ്കിൽ. നെല്ലിന് പൈസ വാങ്ങിക്കാണ്ടാണ് ഇത് വളർത്തിയിരുന്നത്. അപ്പോൾ സഖാവ് പറഞ്ഞു നമ്മളെല്ലാവരും പോകാറുണ്ട്, സഖാക്കളൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങളൊക്കെ പാടെ മാളിയേക്ക് മറിച്ച് ചെയ്തു. ആ നെല്ല് കൊയ്തത് ഞങ്ങളാണ്. ഞങ്ങൾ കൊണ്ട് പോയ സഖാക്കൾ നെല്ല് കൊയ്ത് ഈ ചോയിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്, സഖാവിൻ്റെ നേതൃത്വത്തിൽ ചോയിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു ഞങ്ങൾ ആ കാലഘട്ടം. അതുപോലെ തന്നെ പിന്നെ കുഞ്ഞാലി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത്, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഒരു തവണ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആര്യാടൻ മുഹമ്മദ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് ആൻ്റണി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തേക്ക് വന്നു. അങ്ങനെയാണ് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പങ്കൊക്കെ ആ സമയത്തൊക്കെ തന്നെ വാർത്തയായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ആരോപണവിധേയനായിട്ടുള്ള ഒരാൾ ഈ ഇടതുപക്ഷത്തോടു കൂടി ഒന്ന് മത്സരിക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് അനിഷ്ടമുണ്ടായിരുന്നു? പാർട്ടി പ്രവർത്തകന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടിൻ്റെ സമയമായിരുന്നു അത്, ആ കാലഘട്ടം. കാരണം സഖാവ് ആരാണുള്ള 1-ാം പ്രതി, സഖാവ് പറഞ്ഞതാണുള്ളത്. മരണസമയത്ത് മൊഴി കൊടുത്തുകൊണ്ട് സഖാവ് അതാണ്. മൈസർട്ടോ ജഡ്ജിയോ ഒക്കെ വന്നുകൊണ്ട് മൊഴി എടുത്തപ്പോഴും ആര്യാടിനാണ് ഇങ്ങനെ കൊടിയച്ചിരുന്നാണല്ലോ സഖാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആര്യാടിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുമ്പോൾ അന്ന് ഇവിടെയുള്ള സഖാക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. പക്ഷെ ഞാനന്ന് ഇവിടെ ഇല്ല, ഞാനന്ന് ഗൾഫിലാണ്. അപ്പോൾ അങ്ങനെയാണ് അത് ഒരു പിന്നീട് ഈ ഇവിടെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പാർട്ടി ഘടകങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച് ജയിച്ച സമയത്തൊക്കെ തന്നെ അത് പ്രശ്നങ്ങൾ അന്ന് വോട്ട് ചെയ്യൂലാൻ്റെ തീരുമാനം തന്നെയാണ് അന്ന് പാർട്ടി പ്രവർത്തകന്മാർ ചെയ്തിരുന്നത്. അതിൽ അവസാനം EMS വന്ന് നിൽക്കുകയാണ് ഇവിടെ.
EMS വന്നുകൊണ്ട് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു പാർട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ മാതിരിയാണ്. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും പാർട്ടിനോട് യോജിക്കുക. അത് എന്ത് ത്യാഗം സഹിച്ചാലും ശരി, അതിൽ എന്ത് വേദനകൾക്ക് ഉണ്ടായാലും ശരി, പാർട്ടിനോട് യോജിച്ച് പോകണം, ഒത്തുപോകണം. അപ്പോൾ അതിന് നിങ്ങൾ ആര്യാന് വോട്ട് ചെയ്യല്ലാതെ രക്ഷമില്ലായിരുന്നു EMS പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു മാറ്റം വന്നതും പ്രവർത്തിച്ചതും ഒക്കെ. അതുവരെ നിശ്ചലമായി നിൽക്കുകയും നമ്മുടെ ആളുകളൊക്കെ നിശ്ചലമായി നിൽക്കുകയാണ്. അന്ന് ഫോണും കാര്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഞങ്ങൾ ഈ എഴുത്തുകൊണ്ട് ഇങ്ങനെ അറിയുന്ന കാലഘട്ടമാണ്. അതൊക്കെ എഴുത്തുകൊണ്ടേ അറിയുള്ളൂ. നമുക്കിങ്ങനെ ഒരു 15 ദിവസം പിടിച്ച് ഒരു എഴുത്തോട് ഗൾഫിൽ വന്നുകൊണ്ട് വിവരം അറിയുമ്പോഴത്തേന് EMS ആ വരവൊന്നും വന്നിട്ടില്ലെങ്കിൽ പാർട്ടി വോട്ട് ചെയ്യൂലെന്ന്. അതേപോലെ തന്നെ ഇപ്പം പിന്നീട് ആര്യാടൻ മുഹമ്മദ് തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ നിലവിലെ ഇവിടെ MLA ആയിട്ടുള്ള PV അൻവർ രാജിവെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം UDF-ഉമായിട്ടൊരു അനുകൂല സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് എങ്ങനെയായിരിക്കും പിന്നെ ഇവിടെ സ്വരാജ്, അതായത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് ജയിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്താണ്? പാർട്ടി ചിഹ്നത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ മണ്ഡലം. കാരണം ലീഗും കോൺഗ്രസും നല്ല ശക്തിയാണ് മണ്ഡലത്തിൽ. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ആവേശം കിട്ടും. പാർട്ടിക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ആവേശം കിട്ടിയതുകൊണ്ട്, പ്രത്യേകിച്ച് സ്വരാജായതുകൊണ്ടും കറകളഞ്ഞൊരു സഖാവാണത്. ഈ കുഞ്ഞാലി മരിക്കുന്ന സമയത്ത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ സ്വരാജ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അതെ, അന്ന് പിന്നെ സ്വരാജ് പാർട്ടിയിൽ ഉണ്ടോ? ഇല്ല, അന്ന് സ്വരാജ് ഇല്ലല്ലോ. ഇപ്പോൾ സ്വരാജ് നിന്നതുകൊണ്ട് പാർട്ടിക്ക് ആവേശം കിട്ടിയതുകൊണ്ട് പാർട്ടി മഹാഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അങ്ങനെ ഇതുണ്ട്. ഇന്നിപ്പോൾ സ്വരാജ് പഠിച്ച സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടുന്ന് TV കാണിച്ചിരുന്നു. സ്വരാജ് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ച് 4 വരെ പഠിച്ച സ്കൂളൊക്കെ കാണിച്ചിരുന്നു TV-യിൽ. അതൊക്കെ കണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. എവിടെ ചെന്നാലും ജനങ്ങൾ കണ്ടമാനം സ്വരാജിനെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ സ്വരാജ് ജയിക്കും, യാതൊരു സംശയവും ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അത്ര സ്നേഹമാണ് അവനോട്. ഇവിടെ ഇനി സഖാക്കൾക്ക് സ്വന്തമൊന്നുമല്ല, പാർട്ടിൻ്റെ ആൾക്കാർക്കൊന്നുമല്ല, പുറമെ ആൾക്കാരും ഒരു നിഷ്പക്ഷമായ ആളുകളും സ്വരാജിനൊരു വോട്ട് ചെയ്യും. ഒരു വോട്ട് സ്വരാജിനാണ്, അത് ഉറപ്പാണ്. അതാണ് സ്വരാജിൻ്റെ കഴിവ്. ക്യാമറ പേഴ്സൺ അതീന്ദ്രജിത്തിനോടൊപ്പം അനൽ KMB ന്യൂസ് മലയാളം, മലപ്പുറം.